ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ നാട്ടിലെ കോട്ടുമുല്ലാക്കാന്റെ ഉറൂസ് നടത്തണം. അപ്പൊ അതിന്റെ പരിപാടികളാണ് വിളിക്കണേ. അപ്പൊ വിശേഷികളെ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, രാവിലത്തെ മൂല്യത്തിന് ശേഷമുള്ള അന്നദാനത്തിന് പോയിട്ടോ നമ്മള് ഐസ് കൊണ്ട് എവിടെ കണ്ടല്ലോ അപ്പൊ ഷിബ് ഐസ് അങ്ങനെ നമ്മൾ പള്ളിക്ക് പോയി ഗൈസ്. അവിടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ മെമ്പർ നോക്കണം. മെമ്പറോടൊക്കെ സംബന്ധിച്ചുകൊണ്ട് നേരെ ഫുഡ് അടിക്കാൻ പോയപ്പോൾ അവിടെ ഒരുപാട് തിരക്ക്, ഒരുപാട് ആളുണ്ടെങ്കിൽ അതിനനുസരിച്ച് സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം സീറ്റ് കിട്ടി. നമ്മൾ നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും കാഴ്ചാറെല്ലാം കൂട്ടി കഴിച്ചു. അങ്ങനെ ചീരണി കൗണ്ടറിൽ പോയി ചീരണി സംഭവനൊക്കെ ഇട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്നതെല്ലാം നമ്മൾ അന്നദാനത്തിൽ പോകുന്ന ആളുകളാണ്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു, റൂട്ടെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. ഇനിയുള്ള പരിപാടികളെല്ലാം നീറ്റാണ് ഗൈസ്. അങ്ങനെ ഈവനിങ് മഹരീബിന് ശേഷം നമ്മളെല്ലാവരും പള്ളിക്ക് പോയി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടുമുല്ലാക്കാൻ്റെ മക്കാമ്. അവിടെ എത്തിയപ്പോൾ പരിപാടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുറച്ച് മധുഹാലാപനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്നു. ഗൈസ്, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ പിള്ളേരാണ്. ഈ ദഫ്മുട്ടിൻ്റെ കുട്ടിയൊക്കെ നമ്മുടെ കുട്ടിയാണ്. ഹിഫ്ള് പഠിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളും പുസ്തകമൊക്കെ എത്തി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഇവിടെ നേർച്ചയ്ക്ക് ഈശ്വര വിരുന്നും വെറുതെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം പ്രഭാഷണം ആയതുകൊണ്ട് ആരും ഉണ്ടാവില്ല ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബജ്ജി വിളമ്പുന്നവൻ എൻ്റെ കൂടെ പഠിച്ചാണ് ഗൈസ്. എന്ന് കരുതി എനിക്ക് രണ്ടെണ്ണം തന്നൊന്നുമില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ മുത്തലൂർ തങ്ങൾ വരുമ്പോഴത്തേക്ക് 12 മണി കഴിഞ്ഞ ഗൈസ്. അപ്പോൾ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ ആയി. ഈ 12:30 ആയിട്ടും ഇത്രയും ആളുകൾ ഇരുന്നത് നമ്മൾ തങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ്. അത്രയും ഫാൻസാണ് എൻ്റെ നാട്ടിൽ ഈ മുത്തലൂർ തങ്ങൾക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ, കാണാം.